വചനം വചനം നീതിയുടെ വചനം ദൈവവചനം ജീവന്റെ വചനം നീതിയുടെ വചനം നീതിയുടെ വചനം. വാത്സല്യമുള്ള എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. വചനത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ തക്കവണ്ണം എൻ്റെ കണ്ണിനെ തുറക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഭൂമിയിൽ നിന്ന് സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവണി. ഈ ഗോവണി എന്ന വാക്ക് എല്ലാവർക്കും ചിലപ്പോൾ പരിചയം കാണത്തില്ല. പുതിയ തലമുറയ്ക്കൊക്കെ ഗോവണി എന്ന് പറഞ്ഞാൽ ലാഡർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഭൂമിയും സ്വർഗവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ലാഡർ. ഞാൻ ഈ സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഏത് വ്യക്തിയെക്കുറിച്ചാണ് നമ്മുടെ മനസ്സിൽ വന്ന ചിത്രം എന്നുള്ളത് എനിക്കറിയാം. കാരണം ചരിത്രം എല്ലാവർക്കും അറിയാവുന്നതാണ് ആരെക്കുറിച്ചാണെന്നുള്ളത്. യാക്കോബിനെ കുറിച്ചാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പം യാക്കോബ് തൻ്റെ ദർശനത്തിൽ കണ്ട, തൻ്റെ സ്വപ്നത്തിൽ കണ്ട ഒരു രംഗമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് ഭൂമിയിൽ നിന്ന് സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവേണി, അതിൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് അദ്ദേഹം കണ്ടു. യാക്കോബിൻ്റെ ചരിത്രം നമുക്കറിയാം. യാക്കോബ് ആരാണെന്നുള്ളത് നമുക്കറിയാമല്ലോ. എബ്രഹാമിൻ്റെ കൊച്ചുമകനാണ്. അബ്രഹാമിൻ്റെ കൊച്ചുമകനാണ് യാക്കോബ്, ഇസഹാക്കിൻ്റെ സന്തതി. ഇസഹാക്കിന് കാഴ്ചശക്തി ഇല്ലാതായി. 2 മക്കളാണ്, യാക്കോബും യേശാവും. അപ്പോൾ ഇസഹാക്കിൻ്റെ കാഴ്ചശക്തിയെ ചൂഷണം ചെയ്തുകൊണ്ട് യാക്കോബ് ഒരു കാര്യം ചെയ്തു. ജ്യേഷ്ഠന് കിട്ടേണ്ട അവകാശം താൻ തട്ടിയെടുത്തു. അപ്പനിൽ നിന്നും താൻ അത് അപഹരിച്ചു. അപ്പോൾ സാധാരണയായിട്ട് യാക്കോബിനെ കുറിച്ച് പറയുമ്പോൾ അവനെ മനുഷ്യ സമൂഹത്തിൽ അവതരിപ്പിക്കുന്ന അവസരത്തിൽ ആളുകൾ അവനെ കാണുന്നത് ആളുകൾക്കെല്ലാം അഭിമതനായിട്ടും അതുപോലെ തന്നെ അപ്രിയനായിട്ടുമാണ് കാണുന്നത്, അല്ലെങ്കിൽ ഒരു ചതിയനുമായിട്ടൊക്കെയാണ് കാണുന്നത്. എന്നാൽ തിരുവചനം ഈ വിധത്തിൽ സംവിധാനം ചെയ്യുവാൻ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടാകും. അത് നമ്മൾ മറന്നു പോകരുത്. അത് പിന്നീട് നമുക്ക് മനസ്സിലാകും എന്താണെന്നുള്ളത്. അപ്രിയരായിട്ടുള്ള എത്രയോ ആളുകളെ ദൈവം തൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചു വേർതിരിച്ചു എന്നുള്ളത് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നതാണ്. ചരിത്രത്തിലേക്ക് നമുക്ക് പോകാം. അതായത് ഇസഹാക്ക് നിന്നും താൻ അനുഗ്രഹം തട്ടിയെടുത്തപ്പോൾ ഏശാവിന് യാക്കോബിനോട് കോപമുണ്ടായി. യാക്കോബിനെ എങ്ങനെയെങ്കിലും നശിപ്പിച്ച് കളയണമെന്ന് ഏശാവ് തീരുമാനിക്കുന്നു. ഈ വിവരം തൻ്റെ മാതാവായ റിബേക്ക അറിഞ്ഞു. റിബേക്ക യാക്കോബിനോട് എന്താണ് പറഞ്ഞത്? യാക്കോബിനോട് പറഞ്ഞു, നിന്നെ ഏശാവ് വധിക്കാനിരിക്കുകയാണ്, അതുകൊണ്ട് നീ രക്ഷപ്പെട്ടുകൊള്ളണം. അതുകൊണ്ട് അവനോട് പറഞ്ഞത്, അവൻ റിബേക്കയുടെ ഭവനത്തിലേക്ക് പോകണം. അതെവിടെയാണ്? അത് ഹാരാനിലാണ്. ബേർശേബയിൽ നിന്ന് ഹാരാൻ വരെ പോകണം. അവിടെ എങ്ങാനും പോയി നീ താമസിക്കുക എന്നാണ് യാക്കോബിന് കൊടുത്ത ഉപദേശം. യാക്കോബ് അതനുസരിച്ചു. കാരണം മരണത്തെ ഭയമുണ്ടല്ലോ. ബേർശേബയിൽ നിന്ന് ഹാരാനിലേക്കുള്ള ദൂരം ഏതാണ്ട് 800 കിലോമീറ്ററാണ്. അന്ന് കുതിരയോ മറ്റോ ഉണ്ടോ എന്ന് തിരുവനന്തപുരത്തെ പറഞ്ഞിട്ടില്ല. ഏതായാലും നടക്കുകയായിരുന്നു എന്ന് വേണം വിചാരിക്കുവാൻ. അവൻ യാത്ര ആരംഭിക്കുകയാണ്. അനേക ദിവസങ്ങളെടുക്കും യാത്ര ചെയ്ത് ഹാരാനിൽ എത്തിച്ചേരുവാൻ.
അതിനിടയ്ക്ക് ഒരു ദിവസം താൻ വളരെ നടന്ന് ക്ഷീണിച്ച് രാത്രിയായി, എനിക്ക് ഉറക്കം വരുന്നു. അപ്പോൾ അടുത്ത് കിടന്ന ഒരു കല്ല് താനെടുത്ത് തലയിണയായി വെച്ചുകൊണ്ട് താൻ അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. ഇതാണ് ചരിത്രം. അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. ആ ഉറക്കത്തിൽ യാക്കോബ് കണ്ട ഒരു ദർശനമാണ് എന്ത്? ഭൂമിയിൽ നിന്ന് സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവേണി. അതിൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് ഈ യാക്കോബ് കാണുകയത്രേ ചെയ്യുന്നത്. അപ്പോൾ യാക്കോബ് അവിടെ തന്നെ പറയുകയുണ്ടായി, ഈ സ്ഥലം എത്ര ഭയങ്കരമാണ്, ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. കാരണം ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് ദൈവത്തിൻ്റെ ആലയമാണ്. അതുകൊണ്ട് ആ സ്ഥലത്തിന് ബേഥേൽ എന്നൊക്കെ പേരിട്ടു. പിന്നീട് ചരിത്രത്തിലേക്ക് നാം കടക്കുന്ന അവസരത്തിൽ പിന്നീട് യാക്കോബിന് തന്നെ തൻ്റെ പേരൊക്കെ മാറ്റേണ്ടതായിട്ട് വന്നു. ദൈവം കൊടുത്ത വേറെ പേരുണ്ട്. അത് യാക്കോബ് മല്ല് പിടിച്ച് ചരിത്രത്തിൽ അതൊക്കെ പറയുന്നതാണ്. മല്ല് പിടിച്ച് ദൈവത്തിൽ നിന്നും വാങ്ങിയ പേരാണ് എന്ത്? ഇസ്രായേൽ എന്ന പേര്. വീണ്ടും നമ്മൾക്ക് അത് പുറകോട്ട് വരാം. അതായത് യാക്കോബ് ഉറക്കമുണർന്നു കഴിഞ്ഞ് വീണ്ടും യാത്രയായി താൻ ഹാരാനിലേക്ക് പോവുകയാണ്. ഹാരാനിൽ ചെന്ന് തൻ്റെ മാതാവിൻ്റെ സഹോദരൻ ലാബാനെ കാണുകയത്രേ. ലാബാൻ്റെ മകളെ താൻ റാഹേലിനെ താൻ വിവാഹം കഴിക്കുന്നു. അങ്ങനെ തൻ്റെ കുടുംബജീവിതം അവിടെ ആരംഭിക്കുകയത്ര ചെയ്യുന്നത്. സഹോദരിയെയും വിവാഹം കഴിക്കുന്നു, ലേയ. അവരിൽ കുട്ടികളുണ്ടാകുന്നു. ഒരു വലിയ തലമുറ അവിടെ ഉണ്ടായി അത്ര ചെയ്യുന്നത്. ഏതാണ് ആ തലമുറ? യാക്കോബിൻ്റെ 12 സന്തതികൾ. അവരെയാണ് പിന്നീട് ഇസ്രായേൽ മക്കൾ എന്ന് പേർ പറഞ്ഞിരിക്കുന്നത് തിരുവേദനത്തിൽ. ഈ ഇസ്രായേൽ എന്ന് പറയുന്ന യാക്കോബിൻ്റെ സന്തതികൾ ഇന്ന് ലോകത്തിലെ ഒരു മനുഷ്യനും വിജയിക്കാൻ കഴിയാത്ത മല്ലന്മാരായി അവർ മാറിയിരിക്കത്രേ ചെയ്യുന്നത്. ഇന്നും ചരിത്രം തെളിയിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. യാക്കോബ് വീണ്ടും തൻ്റെ ഈ ദൗത്യത്തിൽ തനിക്ക് കുട്ടികളുണ്ടായ കാര്യം, കുട്ടികളും അതുപോലെ തന്നെ കൊച്ചുമക്കളുമൊക്കെ ആയി. അതിനുശേഷം തനിക്ക് വീണ്ടും ഓർമ്മ വരികയാണ്. ആരുടെ കാര്യം? ഏശാവിൻ്റെ കാര്യം ഓർമ്മ വരുന്നു. അപ്പോൾ തനിക്ക് ഏശാവിലേക്ക് പോകണം. അവിടെ വലിയ ഒരു സംഭവം നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിനു മുമ്പായിട്ട് യാക്കോബ് കണ്ട ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം നമ്മൾ വളരെ വിശകലനം ചെയ്ത് പഠിക്കേണ്ടതത്രേ. ഒരു ഗോവേണി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്കറിയാം. 2 തട്ടുകൾ തമ്മിൽ യോജിപ്പിക്കുന്നതാണ് ഗോവേണി എന്ന് പറഞ്ഞാൽ ആ 2 തട്ടുകൾ തമ്മിൽ ഒന്നായി തീരുകയാണ് ചെയ്യുന്നത്. പിന്നെ ആ 2 നിലകൾ തമ്മിൽ പിന്നെ യാതൊരു വ്യത്യാസവുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പോകാനും വരാനും ഒക്കെ സാധിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അനേകർക്കും ലോകത്തിന് അനഭിമതനായ ഈ യാക്കോബിനെ പിന്നീട് തൻ്റെ ഈ ദർശനത്തിൽ നിന്നും ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ദൗത്യ നിർവഹണം, അതായത് ഒരു സംഭവം അവിടെ ഉരുത്തിരിയത്രേ ചെയ്യുന്നത് ഈ ദർശനത്തിൽ നിന്ന്. എന്താണത്? അതാണ് ഒരു സംയോജനത്തിൻ്റെ കഥ. ഏത് സംയോജനം? സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കഥയാണത്. മനുഷ്യൻ തെറ്റ് ചെയ്ത് മനുഷ്യന് സ്വർഗം നഷ്ടപ്പെട്ടു. പിന്നീട് അവൻ ഭൂമിയിലായി. ആ അവസ്ഥ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചതാണ്.
ഭൂമിയിൽ അവൻ്റെ ഇഷ്ടപ്രകാരം അവൻ ജീവിക്കുകയായിരുന്നു. അവന് തിരിച്ച് ദൈവത്തിങ്കിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇനി എന്താണ് ദൈവത്തിൻ്റെ പദ്ധതി? ഭൂമിയെയും സ്വർഗത്തെയും തമ്മിൽ ഒന്നാക്കണം. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഇതെവിടെയാണ് സംഭവിക്കുന്നത്? ഭൂമിയെയും സ്വർഗത്തെയും തമ്മിൽ ഒന്നാക്കുക. അതാണ് ആ ലാഡറിൻ്റെ ലക്ഷ്യം. അതാണ്. ഇതിന് വചനമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇത് കാലസമ്പൂർണതയിലെ ഒരു വ്യവസ്ഥ അവിടെ സാക്ഷാത്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദ ലോർഡ്. നമുക്കത് വെറും ഒരു സ്വപ്നം മാത്രമായിട്ട് പലപ്പോഴും നമ്മൾ വായിച്ചു വിടാറുള്ളതാണ്. യാക്കോബ് കണ്ട സ്വപ്നം ഗോവേണി വച്ചിരിക്കുന്നു, അതിൽ ദേവദൂതന്മാർ കയറുവിറങ്ങുകയും ചെയ്യുന്നു. സ്വർഗത്തെയും ഭൂലോകത്തെയും ഒന്നാക്കുന്ന ഒരു വലിയ ദൗത്യം ദൈവം തമ്പുരാൻ തൻ്റെ രക്ഷാകര പദ്ധതിയിൽ നിവർത്തിച്ചെടുത്തതാണിത്. അതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. എഫേസ്യ ലേഖനത്തിലേക്ക് നമുക്ക് പോകാം. എഫേസ്യർ 1:10 വാക്യം, സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. എന്താണ് കാലസമ്പൂർണത എന്നുള്ളത് നമ്മൾ പല എപ്പിസോഡുകളിൽ ചിന്തിച്ചിട്ടുള്ളതാണ്. കാലസമ്പൂർണതയിൽ എന്താണ് നടന്നത്? അതായത് ദൈവം കാത്തിരുന്നു മടുത്തു എന്നുള്ളത് നമുക്കറിയാം. എന്തിനു വേണ്ടി? മനുഷ്യൻ്റെ തിരിച്ചുവരവിന് വേണ്ടി. തേജസ് നഷ്ടപ്പെട്ട മനുഷ്യൻ തൻ്റെ സ്വന്തം കഴിവ് കൊണ്ട് തേജസ് നേടിയെടുത്ത് തിരിച്ചു വരാൻ വേണ്ടി ദൈവം കാത്തിരുന്നത് എത്ര വർഷമാണ്? മില്യൻസ് ഓഫ് ഇയേഴ്സ് ദൈവം കാത്തിരുന്നിട്ട് അവന് കടന്നു വരാൻ കഴിഞ്ഞോ? തിരിഞ്ഞ് ഇല്ല, അവന് കടന്നു വരാൻ കഴിഞ്ഞില്ല. അവൻ തേജസ് പൂർണ്ണമായി നഷ്ടപ്പെട്ടവനായി തീർന്നു. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്നൊരു സ്ഥിതിയിലേക്ക് അവൻ വീണ് കഴിഞ്ഞു. തേജസ് നഷ്ടപ്പെട്ടു. ആ അവസ്ഥയിലാണ് ദൈവം അത് മനുഷ്യൻ തിരിച്ച് ദൈവത്തിങ്കിലേക്ക് വരാൻ വേണ്ടി ദൈവം എത്ര കാലമാണ് നോക്കിയിരുന്നത്? അനേക നൂറ്റാണ്ട്, അനേക സംവത്സരങ്ങൾ നോക്കി ദൈവം അതിനായി കാത്തിരുന്നു. എന്നിട്ട് മനുഷ്യന് മടങ്ങി വരാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ദൈവം കാത്തിരുന്ന് മടുത്തു. അതായത് ദൈവം കരുണ കാണിച്ച് മടുത്തു എന്ന് യെശയ്യാ പ്രവാചകൻ 15 വാക്യത്തിൽ പറയുന്നുണ്ട്. കരുണ കാണിച്ച് മടുത്തു. ആ കരുണ കാണിച്ച് മടുത്ത അവസരവും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മുഖം കാണാൻ മനുഷ്യനും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ മുഖം കാണാൻ പറ്റുമോ? ഇല്ല, കാണാൻ പറ്റത്തില്ല. കാരണം ദൈവം ആത്മാവാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ദൈവമേ 14 നിന്റെ മുഖം നീ എത്ര കാലം ഞങ്ങൾക്ക് മറച്ചു വയ്ക്കും? അങ്ങനെ മനുഷ്യൻ കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ മുഖം കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ദൈവമുഖം കാണാൻ വേണ്ടി മനുഷ്യൻ കാത്തിരുന്ന സമയം, ആ സമയവും ദൈവം മനുഷ്യന് വേണ്ടി കാത്തിരുന്ന സമയവും തമ്മിൽ ഒന്നുചേരുന്നതാണ് എന്ത്? കാലത്തിൻ്റെ സമ്പൂർണത. കാലത്തിൻ്റെ സമ്പൂർണതയിൽ എന്താണ് സംഭവിച്ചത്? ദൈവം തൻ്റെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ച് തൻ്റെ രക്തം ചൊരിഞ്ഞ്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചതാണ്, തൻ്റെ രക്തം ചൊരിഞ്ഞ് മനുഷ്യ സമൂഹത്തെ വീണ്ടെടുത്തു. അവന് തേജസ് തിരികെ നൽകി. അങ്ങനെയാണ് എന്ത് സംഭവിച്ചത്? സ്വർഗത്തെയും ഭൂമിയെയും ഒന്നാക്കി. ഇതാണ് എഫേസ്യർ 1:10 പറഞ്ഞിരിക്കുന്നത്. പിന്നെയും അവൻ സ്വർഗത്തെയും ഭൂമിയെ, എന്തായിരുന്നു നേരത്തെ? പിന്നെയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർത്തു. അപ്പൊ ക്രിസ്തുവിൽ കൂടിയാണ് സ്വർഗത്തെയും ഭൂമിയെയും ഒന്നാക്കി ചേർത്തത്. പിന്നെയും എന്ന് പറയാൻ കാരണം എന്താ? നേരത്തെ അങ്ങനെ ആയിരുന്നു. എപ്പോൾ?
മനുഷ്യനെ തേജസ്സുള്ളവനാക്കി ദൈവം സൃഷ്ടിച്ച അവസരത്തിൽ സ്വർഗവും ഭൂമിയും എന്നുള്ള വ്യത്യാസമില്ലായിരുന്നു. എല്ലാം പർദീസയായിരുന്നു. എന്നാൽ സ്വർഗവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ടായത് എപ്പോഴാണ്? മനുഷ്യൻ പാപം ചെയ്ത് ആ സ്വർഗീയ പർദീസയിൽ നിന്ന് അവൻ വെളിയിലായതിനു ശേഷം അവനെ മാറ്റി പാർപ്പിച്ചത് അത്രേ ഭൂമിയിൽ. ആ ഭൂമി ഇപ്പോൾ എങ്ങനെയായി? ആ ഭൂമി ഇപ്പോൾ സ്വർഗവുമായിട്ട് ബന്ധിപ്പിച്ചു. എങ്ങനെ? യാക്കോബ് കണ്ട ആ ഗോവണിയുടെ ദർശനം സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിച്ചു. അത് യാക്കോബ് ഈ ദർശനം കാണുന്നത് എപ്പോഴാണ്? യേശു ക്രിസ്തു ജനിക്കുന്നതിന് അനേക വർഷങ്ങൾക്ക് മുമ്പാണ് യാക്കോബ് ഈ ദർശനം കാണുന്നത്. സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദർശനം കാണുന്നത്. അതിനുശേഷമാണ് യേശു ക്രിസ്തു കടന്നു വരുന്നത്. എന്തിനു വേണ്ടി? കാലത്തിൻ്റെ സമ്പൂർണതയിൽ, കാലസമ്പൂർണതയിലെ വ്യവസ്ഥ നിറവേറ്റാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു കടന്നു വന്നത്. എന്താണ് ആ വ്യവസ്ഥ? സകലവും താൻ നിവർത്തിയാക്കി എന്നുള്ളതാണ് വ്യവസ്ഥ. എന്താണത്? താൻ സ്വർഗത്തെയും ഭൂമിയെയും ഒന്നാക്കി തീർത്തു. അപ്പോൾ യാക്കോബ് കണ്ട ആ ഗോവേണി എന്ന് പറയുന്നത് എന്താണ്? അത് യേശു ക്രിസ്തുവിൻ്റെ ഒരു നിഴലായിരുന്നു ആ ഗോവേണി എന്ന് പറയുന്നത്. ആ ഗോവേണിയാണ് സ്വർഗത്തെയും ഭൂമിയെയും ഒന്നാക്കി തീർത്തത്. ക്രൈസ്തലോട് എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് തൻ്റെ പദ്ധതി നിറവേറ്റുന്നതെന്നുള്ളത് നമ്മൾ ഓർക്കണം. തൻ്റെ ദാസൻ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് യാക്കോബിനെ നമ്മൾ അനഭിമതനായും അപ്രിയനായിട്ടും മാറ്റി നിർത്താനുള്ളവനല്ല. ഈ ചരിത്രം ഇതുപോലെ ദൈവം സംവിധാനം ചെയ്യുവാൻ ഒരു കാരണമുണ്ട്. എന്താണ് ആ കാരണം? അവനെത്ര ചതിയനായിരുന്നാലും. അതുകൊണ്ടാണല്ലോ പൗലോസ് അപ്പോസ്തലൻ പിന്നീട് വചനം എഴുതി ചേർത്ത്, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ രക്ഷിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ആഴത്തെ വെളിപ്പെടുത്തി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ? എത്ര ദോഷിയായിട്ടുള്ള മനുഷ്യനാണെങ്കിൽ തന്നെയും തൻ്റെ സംവിധാനത്തിലേക്ക്, ദൈവത്തിൻ്റെ സംവിധാനത്തിലേക്ക് താൻ കടന്നു വരുന്ന അവസരത്തിൽ അവനെ ആരാക്കി തീർക്കാൻ കഴിയും? അത് ലോകത്തിന് സന്ദേശം കൊടുക്കുന്നവരാക്കി തീർക്കാൻ കഴിയും. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്കറിയാം, യേശു ക്രിസ്തുവിൻ്റെ വംശാവലി പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം എത്രയോ അപ്രിയരായിട്ടുള്ളവർ മനുഷ്യ സമൂഹത്തിന് അനഭിമതരായിട്ടുള്ള എത്രയോ ആളുകൾ അതിനകത്തുണ്ട്. അതുപോലെ തന്നെ ശമരിയ സ്ത്രീ, ദുർമാർഗ ജീവിതം നയിച്ച ശമരിയ സ്ത്രീയെ ശമരിയയിലെ സുവിശേഷകയാക്കി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലന്റെ ചരിത്രം നമുക്കറിയാം. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയവനാണവൻ. അധികാരികളുടെ അധികാരപത്രവും ഏന്തിക്കൊണ്ട് താൻ ദമസ്കോസിലേക്ക് പോവുകയാണ്. വഴിമധ്യേ കർത്താവ് ഓടിച്ചിട്ട് പിടിച്ചു. കാരണം അസൽ തീവ്രവാദിയായിരുന്നു അവൻ. നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് ഒരു വലിയ ദർശനം ആ പൗലോസിന് ശൗലിന് അവിടെ വെച്ചുണ്ടായത് നമുക്ക് തിരുവേദനത്തിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കും. കണ്ണു കാണാൻ വയ്യാത്തവനായി അവൻ കുതിരപ്പുറത്തു നിന്നും താഴെ വീണ് കിടക്കുകയാണ്. അവിടെ വെച്ചാണ് അവൻ യേശു ക്രിസ്തുവിൻ്റെ മുഖം കാണുന്നത്. കർത്താവേ എന്നവൻ അവിടെ കിടന്നുകൊണ്ട് വിളിച്ചു. അതിനുത്തരമായിട്ട് ആരാണ് ഉത്തരം പറഞ്ഞത്? യേശു ഉത്തരം പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാൻ.
അപ്പൊ യേശു കർത്താവാണെന്നുള്ളത് അവൻ അവിടെ വെച്ച് ഉറപ്പിച്ചു. അപ്പൊ യേശു ഇങ്ങനെ വന്ന് വെളിപ്പെടണമെങ്കിൽ അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കണം. അതും അവൻ വിശ്വസിച്ചു. അതാണ് പിന്നീട് പൗലോസ് അപ്പോസ്തലൻ എഴുതി ചേർത്തത് റോമർ 10:9. യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയും, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അത് മാത്രം നമ്മൾ ചെയ്താൽ മതി. വേറെ യാതൊരു വർക്കും ചെയ്തില്ലെങ്കിലും ഇത്രയും ചെയ്താൽ നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ടാണ് കർത്താവ് നേരത്തെ പറഞ്ഞു വെച്ചത്, എൻ്റെ ചുമട് എത്ര ലഘുവാണ്, എൻ്റെ മുഖം എത്ര മൃദുവാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ട് ഒരു ദൈവ വയലായി തീരുവാൻ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അങ്ങനെ നമ്മളെ പാപത്തിൽ നിന്ന് പൂർണ്ണമായി അവൻ മോചിക്കും. ഇനി നമ്മൾ കടന്നു വരുന്നത് ഒരു വലിയ അനുരഞ്ജനത്തിൻ്റെ സംഭവത്തിലേക്കാണ്. എന്താണ് അനുരഞ്ജനം? ദൈവവും മനുഷ്യനുമായിട്ടുള്ള ആ ശത്രുത ഇല്ലാതാക്കി. ഇവിടെ ചരിത്രത്തിലേക്ക് നടക്കുമ്പോൾ അതിന് എന്താണ് അതൊരു ഇതിൻ്റെ ഒരു നിഴലായിരുന്നു എവിടെ നടന്നത്? യാക്കോബിൻ്റെ ജീവിതത്തിൽ നടന്നത്. യാക്കോബ് തൻ്റെ കുടുംബവുമായി ഏശാവിനെ കാണുവാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏശാവ് വഴിയിൽ വെച്ച് താൻ ഏതാണ്ട് 400 പേരുമായിട്ടാണ് ഏശാവ് വരുന്നത്. ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ യാക്കോബിന് മനസ്സിലായി തന്നെയും തൻ്റെ കുടുംബത്തെയും നശിപ്പിക്കുവാനായിട്ട് അവൻ കടന്നു വരികയാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. എന്താണ് സംഭവിക്കുന്നത്? യാക്കോബ് ചെന്ന് 7 പ്രാവശ്യം എൻ്റെ മുമ്പിൽ കവിണ്ണ് വീണ് അവനെ നമസ്കരിച്ചു. അവനെ ദൈവം പോലെ അവനെ കരുതി. ആരെ കരുതി? തൻ്റെ സഹോദരനെ കരുതി. അപ്പോൾ സഹോദരൻ എന്താണ് ചെയ്തത്? യാക്കോബിനെ കെട്ടിപ്പുണർന്ന് ചുംബിച്ചു. രണ്ടുപേരും നിലവിളിച്ച് കരഞ്ഞു എന്നാണ് വചനം പറയുന്നത്. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു അനുരഞ്ജനത്തിൻ്റെ കഥയാണ് നടക്കുന്നത്. ആ അനുരഞ്ജനം അതുപോലെ അരങ്ങേറാൻ എന്താണ് കാരണം? ഇത് ദൈവം സംവിധാനം ചെയ്തത്. എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം മനുഷ്യനും ദൈവവുമായിട്ടുള്ള ആ ശത്രുത്വം ഇല്ലാതാക്കി. ദൈവ ഇഷ്ടത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയ മനുഷ്യൻ അവൻ ദൈവത്തിൻ്റെ ശത്രുവായി തീർന്നു. എന്നാൽ ഏതൊരു വ്യക്തിയും അനുദപിച്ച് ദൈവസന്നിധിയിലേക്ക് ചെന്ന് മുട്ടുകുത്തി അനുദപിക്കുമ്പോൾ അവിടെ ഒരു വലിയ അനുരഞ്ജനത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ നിഴലാണ് ഈ ഏശാവും അതുപോലെ തന്നെ യാക്കോബും തമ്മിൽ ഉണ്ടാകുന്നത് നമ്മൾ ഓർക്കണം. എത്ര വലിയൊരു സംഭവമാണ് അവിടെ അരങ്ങേറുന്നത്. നമ്മൾ ആരംഭിച്ചത് എന്തിനെയായിരുന്നു? ഒരു ഗോവേണിയയിലാണ് നമ്മൾ തുടങ്ങിയത്. അവിടെ എന്താണ് സംഭവിച്ചത്? സ്വർഗത്തെയും ഭൂമിയെയും ദൈവം ഒന്നാക്കി തീർത്തു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഒന്നായി ചേർക്ക എന്ന കാലസമ്പൂർണതയിലെ വ്യവസ്ഥ അവിടെ നിറവേറപ്പെടുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മളിതൊക്കെ സാധാരണ ഈ ഗോവണിയുടെ കാര്യമൊക്കെ പറഞ്ഞതാണ് നമ്മൾ വിടാറുണ്ട്. എന്നാൽ ഇതിൻ്റെ സത്യത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല. വചനം വേണ്ട വിധത്തിൽ വ്യാഖ്യാനിക്കുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഇന്ന് എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇന്ന് ഒന്നാക്കി ചേർത്തു. അങ്ങനെ നമ്മളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. ഇന്ന് ഏശാവും യാക്കോബും തമ്മിൽ ഒന്നായി തീർന്നു. ഇനി അവർ തമ്മിൽ യാതൊരു വൈരവുമില്ല. അനുരഞ്ജനത്തിൻ്റെ ഒരു അഭിനിവേശമാണ് നമ്മളവിടെ കാണുന്നത്. രണ്ടുപേരും തമ്മിൽ ഒന്നായി തീർന്നു. യാതൊരു ശത്രുതയുമില്ല. ഇതാണ് ദൈവമക്കളെ, നാം ദൈവത്തിങ്കിലേക്ക് കടന്നു വരുമ്പോൾ എത്ര വലിയ പാപിയായിരുന്നാൽ തന്നെയും, നേരത്തെ പറഞ്ഞല്ലോ,
മനുഷ്യ സമൂഹത്തിന് പൊതുവേ അനഭിമതനും അപ്രിയനുമായിരുന്ന യാക്കോബിൽ കൂടി ഒരു വലിയ ചരിത്ര സത്യം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരിക അത്ര ചെയ്യുന്നു. സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ഒന്നാക്കുക എന്ന കാലസമ്പൂർണതയിലെ വ്യവസ്ഥ ദൈവം നമുക്ക് അതിൽ കൂടി നൽകി തരിക അത്ര ചെയ്യുന്നത്. അതിൽ കൂടി നമ്മൾ പലവിധമായിട്ടുള്ള കാര്യങ്ങൾ ഗ്രഹിക്കുവാനുണ്ട്. ഏതൊരു മനുഷ്യനും ഏതവസ്ഥയിലായിരുന്നാൽ തന്നെയും ദൈവസ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും എന്തെന്ന് ദൈവം മനസ്സിലാക്കി കൊടുക്കുവാൻ തക്കവണ്ണം അവൻ ഏതവസ്ഥയിലായിരുന്നാലും അവനെ ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കുവാൻ ദൈവത്തിന് കഴിയും. അതിൻ്റെ തെളിവാണ് നമ്മൾ ഈ യാക്കോബിൻ്റെയും അതുപോലെ തന്നെ ഏശാവിൻ്റെയും സംഭവത്തിൽ നിന്ന് നാം കാണുന്നത്. അതുകൊണ്ട് ദൈവവുമായി ഈ ഒരവസ്ഥയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം അനുരഞ്ജനപ്പെട്ടത്, ദൈവമായി ഈ ഒരവസ്ഥയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായിട്ട് സ്വീകരിച്ചുകൊണ്ട് യഥാർത്ഥമായി നീതീകരണം പ്രാപിച്ചുകൊണ്ട് പാപമോചനം പ്രാപിച്ചുകൊണ്ട് ഒരു നിത്യജീവന് വേണ്ടി ജീവിപ്പാൻ തക്കവണ്ണം ദൈവം തന്നെ പരിശുദ്ധാത്മാ മുഖാന്തരം നമുക്ക് ഓരോരുത്തർക്കും ഇടയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവവചനം ജീവന്റെ വചനം.